പെൺനിദ്ര. രചന സുബ്രഹ്മണ്യൻ മലയിൽ. സംവിധാനം മുരളി ചൂലൂർ. എന്താണ് ജീവിതം? നിങ്ങൾ എന്നോട് എന്തുത്തരം നൽകും? കാൽപ്പനികമായ എന്റെ ചോദ്യത്തിന് മുന്നിൽ ഒരു നിമിഷം നിങ്ങൾ ഇതികഥവേദ മൂഢരാകുന്നുവല്ലേ? പിന്നീട് 1000 ഉത്തരങ്ങൾ നിങ്ങൾ നിരർത്ഥകമായി പറഞ്ഞുകൊണ്ടേയിരിക്കും. ജീവന്റെ അന്തം രൂപങ്ങൾ ജൈവികമായ ഉൾപ്രേരണയ്ക്ക് വിധേയരായി വിഘടിച്ചു നിൽക്കുന്ന മാനസിക ഐക്യത്തെ സമന്വയിപ്പിക്കാനുള്ള തീവ്ര ശ്രമമാണ് മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ആർക്കത് സ്വീകരിക്കും. പക്ഷേ ഇന്ന് എല്ലാ വ്യാഖ്യാനങ്ങളും തകർന്നു പോവുകയാണ്. ജീവന്റെ പെൺരൂപം കീഴടക്കപ്പെടലിന്റെ അഭിമാനമായി പാർശ്വവൽക്കരിക്കപ്പെടുന്നു. നമുക്ക് ആശ്വസിക്കാൻ ഒന്നുമില്ലാത്തൊരു കാലം സമ്മാനിച്ചുകൊണ്ട് ജീവിതം വിരോധാഭാസങ്ങളുടെ കേളീരംഗമാവുകയാണ്. ഹേ കൂട്ടക്കാരെ, ഈ ആമുഖം നഗ്ന സത്യങ്ങളിലേക്കുള്ള ഒരു പ്രവേശന കവാടമാക്കിക്കൊണ്ട് ഞാൻ യാത്ര ആരംഭിക്കട്ടെ. സ്വപ്നത്തിൻ പൂവാടിയിൽ മോഹത്തിൻ പൂത്താലമായി ആരവി കാത്തിരിപ്പൂ മാനസ പൈങ്കിളിയേ, മാനസ പൈങ്കിളിയേ. പാട്ടുകാരാ, നമുക്കിടയിലെ അകലം ഇതാ മാഞ്ഞു പോയിരിക്കുന്നു. മടി കൂടാതെ അരികിലേക്ക് വന്നാലും. സ്വപ്നത്തിൻ പൂവാടിയിൽ മോഹത്തിൻ പൂത്താലമായി ആരവി കാത്തിരിപ്പൂ മാനസ പൈങ്കിളിയേ, മാനസ പൈങ്കിളിയേ. ഭൂമിയിലെ സ്വർഗത്തിൽ ഞാൻ നിന്നെ തേടി അലയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായിരുന്നു? പ്രണയാനുഭൂതികൾ മനം കുളിർപ്പിക്കുന്ന ഈ താഴ്വരയിലേക്കുള്ള എന്റെ പ്രയാണത്തിനും ജന്മാന്തരങ്ങളുടെ ദൂരമുണ്ടായിരുന്നു. അനുരാഗത്തിന്റെ വശ്യമായ നിശാഗന്ധികൾ നിറച്ചാക്കുന്ന ഒരു പുത്തൻ താഴ്വര നിനക്കായി ഞാൻ എന്റെ ഹൃദയത്തിൽ പരിഹരിച്ചിരിക്കുന്നു. എങ്കിൽ അവിടെ ഒരു പൂങ്കുയിലായി പറന്നു വന്ന് നിന്റെ മോഹങ്ങളെ ഞാൻ പാടി ഉണർത്തും. അപ്പോൾ സ്വപ്നങ്ങളുടെ തങ്കനൂലിൽ ചേർത്ത ജീവിതത്തിന്റെ പൊന്താരി ചാർത്തി നിന്നെ ഞാൻ എന്റെ സ്വന്തമാക്കും. മതി മതി, നോക്ക്, നമ്മൾ നല്ല അഭിനേതാക്കൾ കൂടിയാണല്ലേ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നമ്മുടെ പ്രണയം അഭിനയമാണോ? അങ്ങനെ അല്ല മോനെ, അഭിനയിക്കുന്നത് പോലെ തന്നെയല്ലേ നമ്മളിപ്പോഴും സംസാരിച്ചതും പ്രവർത്തിച്ചതും. സംഗതിയൊക്കെ ശരി തന്നെ. പക്ഷേ തേനിരിക്കുന്നിടത്തേക്ക് ഉറുമ്പുകൾ അരിച്ചു വരും. വിവാഹപ്രായമെത്തിയ പെണ്ണിനെ തേടി ആണുങ്ങളും. എങ്കിൽ വരട്ടെ, ചായയും പലഹാരങ്ങളുമായി അവരെയൊക്കെ സൽക്കരിക്കാൻ എനിക്ക് ഇഷ്ടാ. ആ, അതായിക്കോ. പക്ഷേ നിനക്കവനെ പിടിച്ചോടിയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് വല്ലവന്റെയും കൈത്തിൽ താലി കെട്ടാൻ നിന്നാൽ കൊന്നുകളയുന്നില്ല ഞാൻ. ചൂടാകാതെ പൊന്നെ, ഞാൻ എങ്ങനെ പറയുമെന്ന് നീ കരുതുന്നുണ്ടോ? ഈ ഭൂമിയിൽ നിന്റെ സ്നേഹത്തെക്കാൾ വലുതായി മറ്റെന്താണുള്ളത്? ഈ ശാരിക എന്നും നിന്റേത് മാത്രമായിരിക്കും, നിന്റേത് മാത്രം. സ്വപ്നത്തിൻ പൂവാടിയിൽ
കാട്ടിൻ പോത്താനമായി ആരെ നീ കാത്തിരിപ്പൂ മാനസ പൈങ്കിളിയേ മാനസ പൈങ്കിളിയേ. പാട്ട് ഗംഭീരമായിരിക്കുന്നു, നൃത്തം അതിലും മനോഹരം. അഭ്യസിച്ചത് കലാമണ്ഡലത്തിലാണെന്ന് തോന്നുന്നു. അല്ല, നാട്ടിലൊരു നൃത്ത വിദ്യാലയത്തിലാ. അല്ല, എവിടെയാ നാട്? കോഴിക്കോട്. സാറിനോട് ചോദിച്ചില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചോദിച്ചാൽ മാത്രം മറുപടി, മനസ്സിലായോ? വരൂ, നമുക്ക് പോകാം. പോകാനോ? ഇങ്ങോട്ട്. ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങളൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ടെങ്കിലോ? കേൾക്കണോ? കേട്ടേ മതിയാകൂ. എന്നിട്ടതിന് കൃത്യമായ മറുപടിയും പറയണം. എന്താണ് അവിടെ പ്രശ്നം? രണ്ടും കൂടി ആണില്ലാത്ത സ്ഥലം നോക്കി സല്ലപിക്കാൻ വന്നതാ. അത് ശരി. ഏതാടാ ഈ പെണ്ണ്? എവിടുന്ന് അടിച്ചോണ്ട് വരുന്നതാ? ഞങ്ങൾ ഈ സ്ഥലം കാണാൻ വന്നതാ. അതിന് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ അനിയ. വേണമെങ്കിൽ നമുക്കൊന്ന് പ്രഖ്യാപിച്ചാലോ? ഹേയ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാട്ടുന്നത്? ഏയ്, പോകരുത്. നിങ്ങൾ ഒരുപാട് നേരം കളിച്ച് സുഖിച്ചില്ലേ? ഇനി ഞങ്ങൾക്ക് അല്പം ആയിക്കൂടെ? അല്ലടാ മോനെ ദിനേശ. പിന്നെ അല്ലാതെ. മാങ്ങ പഴുത്താലേ ഏതണ്ണാനും ഒന്ന് കടിക്കാം. വാടിയുടെ എന്താ നമ്മൾ ചെയ്ത് തെറ്റി? എനിക്കറിയില്ല. നമുക്ക് പോകാം. വയ്യ, എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. ശരീരം തളരുന്നു, എന്റെ കണ്ണുകൾ കടയ്ക്കുന്നു. ശാരി, അവർ നിന്നെ വല്ലാതെ ഉപദ്രവിച്ചു. സാരമില്ല, നമ്മൾ അബദ്ധത്തിൽപ്പെട്ടു പോയതല്ലേ? അമ്മേ, നിനക്ക് ഞാൻ പിടിക്കാം. പിന്നാതെ നിന്നെ താങ്ങാം. ശാലി, നീ രക്ഷപ്പെട്ടോ? ഞാൻ അബി സൗമ്യ കൊല്ലപ്പെട്ടത് ഈ നാട്ടിലാണ്. വാളയാർ പെൺകുട്ടിയും കൊല്ലപ്പെട്ടത് ഈ നാട്ടിൽ തന്നെ. സദാചാരം കാക്കുന്ന നാട്ടിൽ പെണ്ണിന്റെ ദുരാചാരത്തിന് ഇരയായി എന്തുകൊണ്ട്? മാറുമറച്ചതിന് മുക്കാലിൽക്കിട്ട് ചൂരപ്രകടനം ഏൽപ്പിച്ച കാലം വിദൂരമല്ല. മതത്തിന്റെ ഡ്രസ് കോഡുകൾക്കുള്ളിൽ സ്വന്തം ശരീരം മൂടപ്പെടേണ്ട ദുര്യോഗം അവരുടെ ആനുകാലിക സംഭവമാണ്. വീടിന് പുറത്ത് രാത്രിയുടെ ഇരുണ്ടയാമങ്ങൾ അവർക്ക് പേടിസ്ഥലങ്ങളായി മാറുകയാണ്. സദാചാരവാദികളാൽ ബലാത്കാരം ചെയ്യപ്പെടാൻ വിധിക്കപ്പെട്ടവർ.
സദാചാരത്തിന്റെ സർവാനുഷ്ഠാനങ്ങളും ഉയർത്തിക്കൊണ്ടു പോകാൻ ചെമ്പൽ കൊള്ളുന്നത് താനറിയാതെ ഉള്ളിൽ ഉറയുന്ന ഭയത്തിന്റെ പ്രേരണ കൊണ്ടാണെന്ന് സത്യം മനസ്സിലാക്കിക്കൊണ്ട് ശാരികയെ കുറിച്ച് അന്വേഷിക്കാം. നമുക്ക് ശാരികയെ കുറിച്ച് അന്വേഷിക്കാം. അയ്യോ, ഞാൻ എവിടെയാണ്? ഏതാണ് ഈ സ്ഥലം? ഇനി ഞാൻ ഇവിടെ എത്തി. ഈ വാതിലൊന്ന് തുറക്കോ? ഈ വാതിലൊന്ന് തുറക്കോ? ആരുമില്ല ഇവിടെ. ആരാണ് എന്നെ പൂട്ടിയിട്ടത്? എന്റെ മുത്തശ്ശനിപ്പോൾ വഴിക്കണ്ണുമായി എന്നെ കാത്തിരിക്കുകയാണോ? ഞാൻ എത്താൻ വൈകുന്ന ഓരോ നിമിഷവും ആദ്യാൽ ദൈവവും സകല ദൈവങ്ങളെയും വിളിച്ചു തേങ്ങും. ദൈവനം പടർന്ന കണ്ണുകളിലെ തെളിയാ വെളിച്ചത്തിലൂടെ എന്നെ തേടി തെരുവിലേക്ക് ഇറങ്ങും. അതിനു മുമ്പായി ആരെങ്കിലും ഒന്ന് എന്നെ രക്ഷിക്കുമോ? വാതിൽ തുറക്കോ? ഈ വാതിലൊന്ന് തുറക്കോ? തുറക്കാത്ത വാതില് തുറക്കണേ. നിന്റെ ഉടുതുണികൾ ഓരോന്നായി അഴിച്ചു വെക്കണം. ഇവിടെ നിന്ന് പുറത്ത് കടക്കണേ. പതുപതുത്ത മെത്തമേൽ കിടന്ന് പുതിയ പുതിയ കാമകേളികളാകണം. അതാണ് പെണ്ണെ ഇവിടുത്തെ പതിവ്. ആരാ നിങ്ങൾ? എന്നെ എന്തിനാ ഇവിടെ അടച്ചിട്ടിരിക്കുന്നത്? വിഡിത്തം പറയുന്നോ? ആരാ നിന്നെ അടച്ചിട്ടിരിക്കുന്നത്? ഇതാണ് നിന്റെ ഗൃഹം, ഇതാണ് നിന്റെ രാജ്യം, ഇത് തന്നെയാണ് നിന്റെ ലോകവും. നീ പിറന്നു വീണത് തന്നെ ഇതിനകത്താ. ഭ്രാന്ത് പറയാതെ മാറിപ്പോ. ദൈവമേ, എന്റെ മുത്തശ്ശൻ. നീ വെറും വേദനാതി പെണ്ണ്. നോക്ക്, നീ എന്നെ കാണുന്നില്ലേ? ഇതുപോലെ ജീവിച്ചു മരിച്ച അനേകായിരം ആത്മാക്കളെ കാണുന്നില്ലേ? അവരുടെ ദീനവിലാപങ്ങളും ഞരക്കങ്ങളും കേൾക്കുന്നില്ലേ? പിന്നെ നീ മാത്രം എന്തിനാ വേവലാതി കൊള്ളുന്നത്? ദയവ് ചെയ്ത് ഇവിടെ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം ഒന്ന് പറഞ്ഞു തരൂ. ഇവിടുന്ന് രക്ഷപ്പെടാനോ? പെണ്ണിന് മുന്നിൽ എന്നേക്കുമായി കൊട്ടിയടക്കപ്പെട്ട വാതിലാണത്. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ കൂർത്ത ഇരുമ്പ് തണ്ടുകൊണ്ട് നിന്റെ ഗർഭപാത്രം അവർ കുത്തിയുടയ്ക്കും. എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു. കാലാകാലങ്ങളായി പെണ്ണിന് വേണ്ടി തീർത്തു വെച്ച അദൃശ്യമായ കാരാഗ്രഹങ്ങളെ കുറിച്ച് നിനക്കറിവുണ്ടാവില്ല. അനുഭവങ്ങളിലൂടെ നീ ഓരോന്നും മനസ്സിലാക്കും. ഇത്രയും കാലം അകാലത്തിൽ മരിച്ചുപോയ എന്റെ അമ്മയെ കുറിച്ചുള്ള ആദ്യ പിടിച്ച ചിന്തയിലായിരുന്നു ഞാൻ. എന്റെ ഓർമ്മകൾക്ക് മുൻപേ തീർത്ഥാടനത്തിന് പോയ അച്ഛന്റെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ. പറയൂ, ഈ തടവറയിൽ നിന്ന് എനിക്കൊരു മോചനം ഉണ്ടാവില്ലേ? നീ നിന്റെ ചിന്തയുടെ തടവറയിൽ നിന്ന് സ്വയം മോചനയാവുക. എല്ലാ ദുഃഖങ്ങളും അടക്കം ചെയ്യാൻ മനസ്സ് ഒരു ശ്മശാനമായി മാറ്റുക. വീതിയുടെ വഴിത്താരയിൽ കീഴടങ്ങലിന്റെ അഭ്യാസങ്ങൾ പരിശീലിക്കുക. ബന്ധനങ്ങൾക്കുള്ളിൽ ബന്ധനമില്ലാതെ ജീവിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഈ ഭ്രാന്തിയുടെ വാക്കുകൾ നിന്നെ ഭയപ്പെടുത്തിയോ? സാരമില്ല, എല്ലാം പരിഹരിക്കുന്ന കാലം നിന്നെ രക്ഷിക്കുമെന്ന് പ്രത്യാശിക്കും. അല്പം കിടക്കട്ടെ,
വല്ലാത്ത തളർച്ച. ഓ, അയ്യോ, ഓ. ഇരുണ്ടതും അഗാധവുമായ പല പല അറകൾ തീർത്തതാരാണ്? അതിലൂടെ പുനർജനിക്കും വിധം അണുവിട തെറ്റാതെ നൂണ്ടുകയറാൻ വിധിച്ചതാരാണ്? ചോദ്യങ്ങൾ ഇനിയും വേണ്ടല്ലേ? കാരണം ചോദ്യങ്ങളെ ഭയക്കുന്നവർ ഏറി വരുന്ന കാലമാണ്. ചോദിക്കുന്നവർക്ക് കൈയുണ്ടാവില്ല, തലയുണ്ടാവില്ല. അവരുടെ കുടുംബത്തിലെ കുഞ്ഞുകുട്ടികൾ വരെ ചോരയുടെ ഗന്ധം ശ്വസിച്ച് ശവക്കുഴിയിലേക്ക് ഏകാന്ത ഗമനം നടത്തേണ്ടി വരും. എങ്കിലും ചില ചോദ്യങ്ങളെങ്കിലും ചോദിക്കാതെ എത്ര നാൾ നാം ഇങ്ങനെ ഭയപ്പെട്ട് ജീവിക്കും? പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ അവശേഷിക്കില്ലെന്ന ആശ്വാസത്തോടെ ഞാൻ അന്വേഷണത്തിലേക്ക്. മുത്തച്ഛ, മുത്തച്ഛ, എന്നെ രക്ഷിക്കൂ മുത്തച്ഛ, എന്നെ രക്ഷിക്കൂ. എന്റെ പൊന്നു മോളെ, എന്താണ് നിനക്ക് പറ്റിയത്? എന്തിനായി നിലവിളിച്ചത്? ഞാൻ എവിടെയാ മുത്തച്ഛ? ആരാ എന്നെ ഈ തടവറയിലാക്കിയത്? ഈ എന്താ മോളെ പറയണത്? നമ്മുടെ വീടല്ലേ അത്? അല്ല, ഇതൊരു തടവറയാ. തടാവറയോ? പോയപ്പോ മഴയല്ലേ മോളെ? ഈ ഞാനും വാക്കുന്ന നമ്മുടെ പോലെയല്ലേ ഇത്? നമ്മളെ പോലെന്ന ഇങ്ങനെയായത്? പിച്ചും പേയും പലരുന്ന ഭ്രാന്തികളുടെ വാസസ്ഥലമായത്. ഇപ്പം പിച്ചും പേയും പറയുന്നത് ആരാ? ഈ അല്ലേ? കണ്ടോ, കണ്ടോ? അതാ ഒരു ഭ്രാന്തി ചൂട് കൂടി കിടക്കുന്നത് കണ്ടോ? എവിടെ എവിടെ നിന്റെ ഭ്രാന്തി? പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളുടെ കണ്ണല് ഇപ്പൊ കുറെ കൂടുതലാ നിനക്ക്. ഭ്രാന്തിയും ഭ്രാന്തിനൊക്കെ നിന്റെ ഉറക്കത്തിന് തോന്നലുകളാ മോളെ. ആണോ? വെറും ഉറക്കക്കാഴ്ചകൾ മാത്രമായിരുന്നു അത്? മുത്തച്ഛ, കണ്ണീരുണങ്ങാത്ത മനസ്സിൽ പുഞ്ചിരിയുടെ പ്രകാശം നിറയ്ക്കാൻ നിരന്തരം ശ്രമിച്ച് പരാജയപ്പെട്ട ഈ കൊച്ചുമകൾ ഒരു കാര്യം പറയട്ടെ. ഞാൻ നിനക്കൊരു മുത്തച്ഛൻ മാത്രമല്ലല്ലോ മോളെ, ലാളിച്ചും കൊഞ്ചിച്ചും എടുത്തു വളർത്തിയ ഒരച്ഛനല്ലേ. എന്നോട് കാര്യം പറയേ, എന്തിനാ ഒരു അനുവാദം? രാത്രികൾ എനിക്ക് പേക്കിനാവുകൾ കണ്ട് ഭയന്ന് ജീവിക്കാനുള്ളതാണ്. പകലുകൾ പലതും ഓർത്ത് വേദനിക്കാണ്. ഭയവും വേദനയും നിറഞ്ഞ ജീവിതത്തിൽ വല്ലാത്ത ബാധ്യതയാണ്. ഞാൻ ഈ ജീവിതം അവസാനിപ്പിച്ചോട്ടെ മുത്തശ്ശ. തമ്മായിത്തരം പറയുന്നോ? നിനക്ക് വേണ്ടാത്ത ജീവിതം പിന്നെ എനിക്കെന്തിനാ? ആർക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്? വാ, ഒരു മരണം നീ ആഗ്രഹിക്കുന്നെങ്കിൽ അത് രണ്ടാക്കും കൂടിയാവോ? മുത്തച്ഛ, മാപ്പ്, എനിക്ക് മാപ്പ്. ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ പൊരുത്തപ്പെടാതെ പോകുന്നു. അല്ലെങ്കിൽ ഒരു മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് എങ്ങനെ കഴിഞ്ഞു? എന്റെ മുത്തശ്ശനെ അനാഥമാക്കിയവർ രക്ഷപ്പെടാൻ എന്റെ സ്വാർത്ഥതയല്ലേ? നല്ലൊരു കട്ടൻ ചായ കുടിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷമായി തുടങ്ങാം, അല്ലേ മുത്തശ്ശ? ആളും തടവും നോക്കി ഭാഗ്യങ്ങൾ വീതിച്ചു നൽകുന്ന നിന്റെ ദൈവങ്ങളെ, എന്റെ കുഞ്ഞിന്റെ ജീവിതദോഷമാണ് എന്ത് കാണുകയാണ് ഞാൻ നിങ്ങൾക്ക് നിവേദിക്കേണ്ടത്. കുഞ്ഞപ്പ
കുഞ്ഞപ്പേട്ട ഇതെന്തോന്നിരിപ്പാ? മസ്റ്ററിയൻ പോണ്ട ദിവസമല്ലേ ഇന്ന്? നേരത്തെ പോയി വരിഞ്ഞില്ലെങ്കിൽ വൈകുന്നേരം ആയാലും കഴിച്ചിലാവൂല കേട്ടോ. മസ്റ്ററിയൻ നടത്തിയില്ലെങ്കിൽ പെൻഷൻ കട്ടാവുന്നു. എന്നെ വെറുതെ അല്ല ഉപകാരം സുധാകരന്ന് ആളുകൾ പറയുന്നത്. ഈ ഇപ്പോ ചെയ്തത് നല്ലൊരു ഉപകാരം തന്നെയാ സുധാകര. എന്നോട് കാര്യം മറന്നുപോയി. എന്നാ പുറപ്പെട്ടോളി. മോളെ ചായ സുധാകരനും കൂടി എടുത്തോ. ചായയൊക്കെ ഒറ്റക്കുണ്ടാക്കി തുടങ്ങിയോ? ആ തോന്നുമ്പം ചെയ്യും. അല്ലേല് ഒറ്റയിരുപ്പാ. ഇപ്പൊ മരുന്നൊന്നുമില്ലേ? അതും കുടിച്ചാ കുടിച്ചു. നിന്റെ കണ്ണത്തില്ലെങ്കിൽ അതും ഇല്ല. കുഞ്ഞപ്പേട്ട, നിങ്ങളെ കുട്ടീന്റെ സുഖേട് പുഷ്പം പോലെ പറിച്ചു കളയാൻ പറ്റുന്ന ഒരാളുണ്ട്. ആരാ സുധാകര? കുറെ ദൂരെയുള്ളൊരു സിദ്ധനാ, യോഗാനന്ദ സ്വാമികൾ. 4 ദിവസം മൂപ്പര് പറഞ്ഞ പോലെ ചെയ്താൽ പിന്നെ ആ സൂക്കേട് ഒക്കെ വരൂല. ഈ കളവ് പറയില്ലാന്നോ, ഉപകാരം ചെയ്യുന്നവനാണെന്നോ ഈ നാട്ടുകാർക്കൊക്കെ അറിയാവുന്നതല്ലേ. നമുക്കൊന്ന് പോയി കളയാം. എന്നാലേ നാളെ തന്നെ ആവാം. ഇപ്പൊ നിങ്ങൾ പോയി കുപ്പായിടി, മസ്റ്ററിന് പോണ്ടേ? മോളെ മുത്തത്തിന്റെ ആ മുണ്ടും കുപ്പായോ ഇങ്ങോട്ട് എടുത്തോ. അല്ല, മുത്തശ്ശൻ എവിടെ പോയി? തന്നേക്ക് മോളെ, മുത്തച്ഛ കക്കൂസ് പോയതാ. പരോപകാരികളായ സുധാകരന്മാരെ, നിങ്ങൾ നാടകമാക്കുന്നവരാകാം, കയ്യും നെയ്യും മറന്ന് അന്യരെ സഹായിക്കുന്നവരാകാം. പക്ഷേ അതിന് പ്രതിഫലമായി ശാരീരികമാരോടൊത്തുള്ള സഹകരണം നിങ്ങൾ ആഗ്രഹിക്കരുത്. ആൺപെൺ വ്യത്യാസമില്ലാത്ത ഒരു സ്വതന്ത്ര ജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനെതിരെ നിന്നാൽ തൂക്കുമരങ്ങൾ നിങ്ങളെ കാത്തിരിക്കും. ഓർമ്മയിരിക്കട്ടെ. ദേവി മഹാമായേ, ഓ എന്തൊരു പെർഫോമൻസ്. നാരിമാരായാൽ ഇങ്ങനെ വേണം. സണ്ണി ലിയോണിനെ കവച്ചു വെക്കാൻ വേറെ ഒരുത്തിമാർക്കും കഴിയില്ല. എന്റെ ദേവി ഭഗവതി, സണ്ണി ലിയോണുമായുള്ള ഒരു സംഗമത്തിന് അടിയന് സാധ്യമാക്കി തരണേ. നീണ്ടു നിൽക്കുന്ന ഒരു പൂജ അടിയൻ നടത്തിക്കോളാമേ. എന്റെ സണ്ണി ലിയോണേ, അല്ല ദേവി, ദേവി മഹാമായേ. സ്വാമി നമസ്കാരം. സുഗന്ധനല്ലേ? സുധാകര, നീ നമ്മെ പാടെ അങ്ങോട്ട് മറന്നു അല്ലേ? നല്ല അവസരം ഒത്തു കിട്ടണ്ടേ സ്വാമി? സുധാകര, ജനങ്ങൾക്കൊക്കെ ഭക്തി വല്ലാതെ കൂടി വരുന്ന കാലമായിട്ടും എന്റെ കാര്യത്തിൽ വലിയ പുരോഗതിയൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. പബ്ലിസിറ്റി പോരാണ്. ഏതെങ്കിലും 10 ജ്യോത്സ്യന്മാരെ കണ്ട് എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുക്കി, പിന്നെ ആളുകൾ അവരെത്തിച്ചോളൂ. നിന്റെ കേരവാസിംഗും അത്ര ശരിയാവുന്നില്ലെന്നാ നമുക്ക് തോന്നുന്നത്. എന്നാൽ ഇപ്പൊ നല്ലൊരു കോള് വന്നിട്ടുണ്ട്. ആരാ കക്ഷി? കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉവ്വല്ലോ, എന്റെ നാട്ടുകാരനായ കുഞ്ഞപ്പേട്ടന്റെ കൊച്ചുമോട്ടാ പ്രശ്നം. എന്താ പ്രശ്നം? അപ്പം വട്ട് കേസാന്നേ. പണ്ട് ആരൊക്കെയോ ചേർന്ന് പീഡിപ്പിച്ചതാ. പീഡനം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഡിങ്കോലാക്കി പീഡനം. അതിനുശേഷം കക്ഷി അത്ര നോർമലായിട്ടില്ല. എന്നാലേ കർമ്മത്തിനുള്ള ചിട്ടവട്ടങ്ങളൊക്കെ ഒരുക്കിക്കളയാം. സ്വാമിയെ ചെന്ന് സാഷ്ടാംഗം നടിച്ചോളൂ. അമ്മേ ദേവി
അഭയം തേടി വന്ന ഭക്തന്റെ ദുഃഖ നിവാരണത്തിന് കൃപയുണ്ടാകണേ. ഭക്ത എഴുന്നേൽക്കൂ. എല്ലാ വ്യതകളും അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് തൊഴിൽ പ്രാർത്ഥിച്ചോളൂ. മംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമസ്തുതേ. ഓം ദേവീ നമ. ഓം ഭദ്രേ നമ. ഓം ശരിതേ നമ. ഓം രജിനായ നമ. ഓം ഹ്രീം ഭൂം ഭോ. ദേവിയെ മറന്നു കളിച്ചു അല്ലേ? അന്നിത്തിരി വെച്ചാൽ പ്രമാണം നടത്തുന്നത് അമ്മ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. 4-ാമിടത്തും 7-ാമിടത്തും അനർത്ഥങ്ങൾ പലതും നടന്നു. അമ്മേ ദേവി, ഒരു ബാധയുടെ ശല്യം പേരക്കിടാവിൽ ആവേശിച്ചിട്ടുണ്ട്. ഭയപ്പെടേണ്ട, അമ്മയുടെ സന്നിധിയിൽ കരളുരുകി പ്രാർത്ഥിച്ച ഏത് ബാധയും ഒഴിഞ്ഞു പോകും. അത്തിയോണിൽ ഗുളികനെ സങ്കല്പിച്ച് കർമ്മം ചെയ്യാം. ഈശാനകോണിൽ ഭഗവതിത്തറ പണിത് ദിവസവും അന്തിത്തിരി വെക്കാം. ഒരു ചരട് ലഭിച്ചു തരാം. ഒരു ചരട് ലഭിച്ചു തരാം. വിനിയാവിനെ വരുത്തി കർമ്മം ചെയ്യാം. ഇനി അവർ ദക്ഷിണ വെച്ചോളൂ. ഇനി ആ ചരട് കുട്ടിയുടെ കയ്യിൽ അങ്ങോട്ട് കെട്ടിക്കൊടുത്തോളാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. സുധാകര, ഇതുകൊണ്ടൊന്നും ബാധ ഒഴിയുന്ന ലക്ഷണം കാണുന്നില്ലട്ടോ. കർമ്മിയും പിണിയാവും ചേർന്ന് സഹസഹനത്തിലൂടെ മാത്രമേ ബാധയെ ഉച്ചാരണം ചെയ്യാൻ കഴിയൂ. അതിന് സുധാകരൻ ആവുന്നതുപോലെ ശ്രമിക്കണം കേട്ടോ. എന്നാ ഞാൻ വരട്ടെ. നീ എന്നെ അവോയ്ഡ് ചെയ്യുകയാണല്ലേ? ആരാ നീ? എനിക്ക് നിന്നെ അറിയില്ലല്ലോ. ഓഹോ, നീ ഈ റോഷൻ ആൻഡ്രോസിനെ ഓർക്കുന്ന പോലുമില്ല അല്ലേ? കാലങ്ങളായി നിന്നെ മനസ്സിലിട്ട് കൊണ്ടു നടക്കുന്ന എന്നെ നീ ഓർക്കുന്ന പോലുമില്ല അല്ലേ? ഇല്ല, എനിക്ക് നിന്നെ പരിചയം പോലുമില്ലല്ലോ. എന്നാൽ എനിക്കുണ്ട്. നീ കോളേജിൽ പോകുന്നതും വരുന്നതും വളരെ ഇഷ്ടത്തോടെ ഞാൻ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. അത് എന്റെ കുട്ടിയല്ല. എന്റെ പ്രണയം കണ്ടില്ലെന്ന് നടിച്ച നീയല്ലേ തെറ്റുകാരി? നിനക്ക് ഭ്രാന്താണ്. കാണാമറയത്തിരുന്ന് കിനാവുകൾ കണ്ട് സങ്കല്പങ്ങളിൽ പ്രണയം നിറച്ച് ഞാനെന്ന കാമുകിയെ നീ മനസ്സിൽ സൃഷ്ടിക്കുകയായിരുന്നു. എങ്കിൽ നേരിട്ടൊരു കണ്ടുമുട്ടൽ ഇപ്പോൾ സാധ്യമായല്ലോ. ജാതിയും മതവും പ്രായവും പണവും എനിക്കൊരു പ്രശ്നമേ അല്ല. പെണ്ണായാൽ മാത്രം മതി. വാ, എന്റെ കൂടെ ഇറങ്ങി വാ. എന്താ, നീ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ? പരിസരബോധമില്ലാതെ സംസാരിക്കുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇറങ്ങിപ്പോവാനോ? എന്നെ ഒഴിവാക്കിയ ഒരു ജീവിതം നീ മോഹിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട. വഞ്ചിച്ച പെണ്ണിനോട് പ്രതികാരം ചെയ്യാത്ത പുരുഷൻ ന്യൂജൻ തലമുറയ്ക്ക് അപമാനമാണ്. അതുകൊണ്ട് മരണത്തിലേക്കുള്ളൊരു യാത്രയാക്കി
മനസ്സിലൊരു പ്രേമ കുടീരം തീർക്കാൻ പ്രകാശഗോപുരത്തിനപ്പുറത്തേക്ക് നിന്നെ എനിക്ക് പറഞ്ഞയച്ചേ തീരൂ. അമ്മേ, മോളെ, നീ വീണ്ടും ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയല്ലേ? ഒരു ശൈത്താനി ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. ജിന്നിലൊക്കെ എന്താ മനുഷ്യന്മാര് വേണ്ടാണ്ടായോ? എല്ലാം കൂടി വല്ല മൂലിന്റെയും പോത്തിന്റെയും മേലിൽ കേറി കൂടിയോ? അല്ല, ഏതോ ഒരു ഇബിലീസ് ഇങ്ങോട്ട് വരുന്നുണ്ടല്ല. അല്ല സുധാകര, ഇതെന്ത് ചതിയാ നമ്മളോട് ചെയ്തത്? എന്താ ഉസ്താദേ? അല്ല പറയാ, അന്നോട് ഞമ്മള് തങ്ങളങ്ങാടി ചെന്ന് ഞമ്മളെ പറ്റി വിസ്തരിച്ച് പറയണമെന്ന് പറഞ്ഞ് ₹1000 അന്റെ കയ്യിൽ എണ്ണി തന്നത്. അതിനെന്താ ഉസ്താദേ, കേട്ട കാര്യം ഞാൻ ഭംഗിയായി നടത്തിയില്ലേ? വടക്കാന്റെ മൂട്. അതിന് ശേഷം ആടുന്ന് ഒരു ഈച്ചയും കൂടി ഇങ്ങോട്ട് കേറിയില്ല. എന്നാലേ മറ്റൊരു കോളും കൊണ്ടാ തങ്ങളെ സുധാകരൻ ഇപ്പം വന്നത്. നേരോ ഈ കാര്യം പറയിട്ടാനെ. ഒരു ജിന്നു കൂടിയ കേസാ. ആണോ പെണ്ണോ? പെണ്ണ് തന്നെയാ. ഒത്താതെ കാര്യം പലതാ. ആള് ചിന്തയില്ല. നീ ചേരെ പോയി ആ മഞ്ചത്തി ഓളെങ്ങട്ട് വിളിച്ച്. ഓള് വന്നിട്ടില്ലേ? വന്നതോളം മുത്തശ്ശനാ. ഓളമ്പൊക്കെ അടുത്ത വർഷം കൊണ്ട് വെക്കാന്ന്. കുഞ്ഞപ്പേട്ട, ഇങ്ങോട്ട് പോന്നോളി. പേരക്കുട്ടിയല്ലേ, എന്ത് വെച്ചാ ഓൾക്ക് ഇപ്പൊ കുഴപ്പം? ഉറക്കത്തില് ഓള് പേടിച്ച് നിലവിളിക്കും. എന്നാൽ ഉറങ്ങാത്തപ്പോ ചിന്തിച്ച് തല കുറയ്ക്കും. ഒരർത്ഥവും ബുദ്ധിയില്ലാത്ത കളിയാ. ഇപ്പോഴത്തെ പെൺകുട്ടികളെ സ്ഥിതിയൊക്കെ എന്താ? വല്ല വ്യവസ്ഥയുണ്ടോ അവർക്ക്? ഐറ്റിങ്ങക്ക് രാത്രിയുമില്ല പകലിയുമില്ല, ഇറങ്ങി നടക്കല്ലേ. ആൺകുട്ടികളെ തോളത്ത് കയ്യൂട്ടോണ്ട്. ഇങ്ങക്കറിയോ, ഓല ശരീരത്തിന്റെ ഒരു നഖം പോലും മറ്റൊരു പുരുഷൻ കാണാൻ പാടില്ല. കണ്ടാല് 5 പുരുഷന്മാർക്ക് ആളിളകുന്നു. നിങ്ങൾ ബേജാറാകൊന്നും വേണ്ട, നമ്മള് ഒരു സാധനം തരാം. ഇതോടെ ഈച്ചോടി. അല്ല, ഇങ്ങനെ കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ? അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം കുടിയും വഴിയും ഒക്കെ നിർത്തി. കുഞ്ഞപ്പേട്ട, ആ കുപ്പിന്റെ കാര്യമല്ല തങ്ങൾ പറഞ്ഞത്. മന്ത്രിച്ചൂതിയ വെള്ളം കൊണ്ടാണല്ലേ ഒരു കുപ്പിയാ തങ്ങൾ ചോദിച്ചത്. ആ സുധാകര, ഈയെ ആത്ത് പോയിട്ട് ആ കമല ലിറ്റർ വെള്ളവും ഒരു കുപ്പി ഇങ്ങോട്ട് എടുത്തോണ്ടാ. എന്താ ഉസ്താദേ, ആർക്ക് വെള്ളം കളി നടത്തുന്നുണ്ടോ? എന്താ പറയാ അങ്ങനെ ചോദിക്കാൻ കാരണോ? ഈ വെള്ളം പറ്റിയ കാലത്ത് ഒരു കടാകത്ത് കൊള്ളുന്ന വെള്ളം ഉണ്ടല്ലോ ആക്ക്. ഇതൊക്കെ കുടിച്ചു തീർക്കാൻ എത്ര ആൾക്കാർ വേണ്ടി വരും? സുധാകര, ജിജിന്റെ പണിയെത്താ മതി. ഈയെ ഞമ്മളെ മുക്കും മൂലിയും തപ്പല്ലേ.
അല്ല നമുക്ക് എന്ത് ഭ്രാന്താണ് കാട്ടുന്നത്? ഉസ്താദ് തുപ്പുന്നു കണ്ട് ഞാനും തുപ്പിപ്പോയതാ. സുധാര ജി തങ്ങ കുറുക്കട്ടല്ലേ? എന്നാ ഇത് കുപ്പിയിലാക്കിയിട്ട് അങ്ങനെ കൊടുത്താളാ. എന്നാലേ തങ്ങൾക്കുള്ളതായിട്ട് കൊടുത്താൽ. പിന്നെ മരുന്ന് മുഴുവനും തീരാൻ നിൽക്കണ്ട. അതിന് മുമ്പേ ഇങ്ങോട്ട് പോന്നോളി. മുടങ്ങാതെ കുടിക്കേണ്ടതാ അത്. ഇനിയിപ്പോ അത് പൊറുതിയായിട്ടില്ല ആച്ചാല് ഓരം കൂട്ടി ഇങ്ങോട്ട് പോയി. ഞമ്മക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സുധാര ഇജ്ജ് പോയിട്ട് പിന്നെ വാ. എന്നാ പോവല്ലേ സുധാകര? കുഞ്ഞപ്പേട്ട നിങ്ങൾ നിൽക്കുന്നു. ഒരു കാര്യം കൂടിയുണ്ട്. നമ്മളെ കോട്ടപ്പുറം പള്ളിയിൽ അച്ഛനെ കൊണ്ട് പ്രത്യേകം വെഞ്ചരിപ്പിച്ച് മേടിച്ചതാ. എല്ലാ പഠിച്ചോമാരും കൂടി ഓളെ സൂക്കർ അങ്ങോട്ട് മാറ്റത്. ഇതിന്റെ കാശ് നാളെ തന്നെ നിങ്ങളും പോന്നോളി. ഏത് പ്രശ്നങ്ങൾക്കും പ്രതിവിധി നിശ്ചയിച്ച മന്ത്രവാദങ്ങളിൽ നിന്നും കാലം കുതറിമാറി ഏറെ മുന്നേറിയിട്ടും മനുഷ്യൻ തന്റെ വിശ്വാസങ്ങളെ അതിൽ നിന്നും വിമോചിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? നോക്കൂ, നമ്മൾ കാലത്തെ പിടിച്ചുകെട്ടാൻ ശ്രമിക്കരുത്. മതത്തിന്റെ മഹത്വം പിന്നിട്ട കാലത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളാണെന്ന് വാശി പിടിക്കരുത്. വരും തലമുറയുടെ വഴിത്താരയിൽ നേരിന്റെ നിറദീപം തെളിയിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. തിരിച്ചറിവുകൾ നമ്മെ മുന്നോട്ട് നയിക്കുമെന്ന പ്രത്യാശയോടെ ഞാൻ അന്വേഷണം എന്റെ 3-ാമത്തെ വയസ്സിൽ കിണറ്റിൽ വീണ് മരിച്ച എന്റെ അമ്മ. ഭ്രാന്തിയാണല്ലേ? അല്ലെങ്കിലും എനിക്കിപ്പോൾ കൂട്ടിന് ഭ്രാന്തികളാണല്ലോ. മരിച്ചു പോയവർക്ക് പ്രകൃതിയാൽ ലഭിച്ച ഒരു സിദ്ധിയുണ്ട്. അഗാധമായ സ്നേഹത്തോടെ അവരെ കുറിച്ച് ഓർക്കുന്നവരുടെ മുന്നിലേക്ക് വ്യാഴവട്ടത്തിൽ ഒരിക്കൽ പഴയ രൂപം ധരിച്ചു വരാനുള്ള ഒരു സിദ്ധി. അഗാധമായ ഒരു സ്നേഹത്തിന്റെ വിങ്ങലിൽ നീ എന്നെ ഓർമ്മിച്ചില്ലേ? ഞാൻ നിന്നെ പാടിയിറക്കിയിരുന്ന താരാട്ടുപാട്ട് ഒരു മുത്തിന്റെ നൈമല്യത്തോടെ നീ നിന്റെ മനസ്സിന്റെ ചിപ്പിയിൽ നിക്ഷേപിച്ച് വെച്ചില്ലേ? ആ താരാട്ടുപാട്ട് ഒരു ജന്മ സാഫല്യമായി പുറത്തെടുത്ത് നീ ഇപ്പോൾ താലോലിച്ചില്ലേ? അങ്ങനെയാണ് കുറച്ചു സമയമെങ്കിലും എനിക്ക് എന്റെ രൂപം തിരിച്ചു കിട്ടിയത്. അമ്മേ, എന്റെ അമ്മേ, കരയരുത് മോളെ. മടങ്ങിപ്പോകുമ്പോൾ അമ്മയുടെ ആത്മാവിനെ ഒരു തീക്കള്ളി പോലെ അത് പൊള്ളിക്കും. മരണം എന്തിനാ ഇത്ര പെട്ടെന്ന് അമ്മയെ എന്നിൽ നിന്ന് അകറ്റിയത്? എന്റെ വളർച്ചയുടെ പടവുകൾക്ക് ബലം നൽകാൻ എനിക്ക് ആരുമില്ലാതായി പോയില്ലേ? ദുർമരണങ്ങൾ അനാഥമാക്കുന്ന ജീവിതങ്ങൾ ഈ ഭൂമിയുടെ വേദനയാണ്. അമ്മയുടെ മരണവും അതും ഒരു വേദനയാണ്. വേദനയിൽ പൊതിഞ്ഞ ഒരു കഥയാണ്. കഥയോ? ഓ ശരിയാ. വെള്ളം കോരുമ്പോൾ പാല് കുറിഞ്ഞ് അടിതെറ്റിയല്ലേ അമ്മ കിണറ്റിൽ വീണത്? ആ കിണറ്റിലെ വലിയ പാറക്കൽ തലയിടിച്ചല്ലേ അമ്മ മരിച്ചത്? വ്യസനത്തോടെ മുത്തശ്ശൻ പറയാറുണ്ട് ആ കഥ. അത് കഥയല്ല മോളെ, വലിയൊരു നുണക്കഥയാണ്. അമ്മേ, നാടകത്തോടുള്ള അഭിനിവേശം ചെറുപ്പത്തിലേ കലശലായിരുന്നു എനിക്ക്. എത്രയെത്ര അമേച്ചർ നാടകങ്ങളിലായിരുന്നെന്നോ അമ്മ അഭിനയിച്ചത്. ഒടുവിൽ ഒരു പ്രൊഫഷണൽ നാടക ട്രൂപ്പിൽ വെച്ചാണ് എല്ലാം താളം തെറ്റിയത്.
നായക നടന് എന്നോടുള്ള ഒരു ഇഷ്ടക്കേട് അത് പകയായി പെരുകി പെരുകി കിടിലമായ പ്രതികാരത്തിലേക്ക് സംക്രമിക്കുകയായിരുന്നു. അതിനായി അവൻ ഒരുക്കിയത് കൂട്ടബലാത്സംഗത്തിന്റെ ഒരു വേദി. ചെന്നായ്ക്കളെ പോലെ അവരെന്നെ കടിച്ചു പറിച്ചു തിന്നു. ആൺകരുത്തിന്റെ ജുഗുപ്സാവഹമായ ആക്രമണം. ഞങ്ങളിൽ ആഴ്ന്നു കിടക്കുന്നത് കീഴടക്കപ്പെടലിന്റെ അപമാന ഭാരവുമായി എന്തിനാണൊരു ജന്മം? വിറങ്ങലിച്ച മനസ്സും വേട്ടയാടപ്പെട്ട ശരീരവുമായി എന്തിനാണൊരു ജീവിതം? പ്രിയപ്പെട്ട മുത്തശ്ശ, ഏകാക്കിയുടെ രോദനത്തിൽ വേദനയുടെ ആഴമാക്കാൻ 80 നിറവിലെത്തിയ അങ്ങേക്ക് സാധിക്കുമെന്ന വിശ്വാസത്തിൽ ഈ കൊച്ചുമകൾ യാത്രയാവട്ടെ. അരുതേ, അവിവേകമാണത്. ആത്മഹത്യ കൊണ്ട് ആരും ഒരു പ്രശ്നവും പരിഹരിച്ചിട്ടില്ല. അനവസരത്തിൽ ഇവിടേക്ക് കടന്നു വന്ന അപരിചിതനായ മനുഷ്യ, അല്പം വിഷത്തിന്റെ ബലത്തിൽ ജീവിതത്തിൽ അവശേഷിക്കുന്ന എനിക്ക് ഒരു ചോദ്യം ചോദിക്കാൻ അവസരം തന്നതിന് നന്ദി. ഒരു പെണ്ണിന്റെ ആത്മഹത്യയിലും രതിസുഖം നേടാൻ പഴുതുണ്ടോ എന്ന ചിന്തയുമായി കാമക്കഴുകന്മാർ എനിക്ക് ചുറ്റും പറക്കുന്നത് തടയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? മരണം എന്റെ തൊട്ടു മുന്നിലുണ്ട്. അതിന്റെ അലർച്ച ഞാൻ കേൾക്കുന്നുണ്ട്. സഹോദരി, നീ മരിക്കാൻ പാടില്ല. ചരിത്രങ്ങളിൽ മായാതെ കിടക്കുന്ന മുദ്രകൾ ഒന്നേയുള്ളൂ കുട്ടി. അനീതിക്കെതിരായി ചലിച്ചു വരുന്ന വിപ്ലവ സ്മരണകൾ ആ വിഷക്കുപ്പി ഉപേക്ഷിച്ച് എന്നിട്ട് നമുക്ക് സംസാരിക്കാം. മരിക്കാനുള്ള സ്വാതന്ത്ര്യവും പെണ്ണിന് നിഷിദ്ധമായ കാലം. ആണധികാരത്തിന് കൊല്ലാൻ ജീവിപ്പിക്കാൻ കഴിയും അല്ലേ? നിലച്ചുപോയ ഘടികാരം നോക്കി കാലം അവസാനിച്ച് നിരീക്ഷിക്കരുത്. വർഗപരമായ വിന്യാസം മനുഷ്യന്റെ ജീവിത വളർച്ചയിൽ എന്നും പ്രതിബന്ധങ്ങളായിരുന്നു. ശാസ്ത്രതയുടെ കോട്ടകളായിരുന്നു. അത് തകർക്കുക എന്ന ലക്ഷ്യം പുരോഗതിയുടെ ആരംഭമായിരുന്നു. അതിനെയാണ് വിപ്ലവം എന്ന് വിളിക്കുന്നത്. ആ വിപ്ലവത്തിന് പെണ്ണിന്റെ മാനം കാക്കാൻ കഴിയുമോ? പെണ്ണുടലിന്മേലുള്ള അധിനിവേശത്തിന്റെ അതിക്രമങ്ങളെ ചെറുക്കാൻ സാധിക്കുമോ? സാധിക്കും. അത് കാലം തെളിയിച്ചതാണ്. വിപ്ലവ കൊടുങ്കാറ്റിൽ നിലംപൊത്തിയ ജന്മിക്കുടിയാൻ വ്യവസ്ഥ, തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്ന മുതലാളിത്തം, കാലത്തിനൊത്ത് മാറിവരുന്ന വിഭിന്ന വ്യവസ്ഥയുടെ ഇരകളാണ് ഇന്നത്തെ സ്ത്രീകൾ. വിവേചനത്തിന്റെ മറ്റൊരു മുഖം. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ വിപ്ലവം എന്ന സമരായുധത്തിനെ കരുത്തുള്ളൂ. പറയൂ, ഞങ്ങളെ ആര് നയിക്കും? നിങ്ങൾ തന്നെ നയിക്കണം. ഓരോ വ്യക്തിയും ഓരോ പ്രസ്ഥാനമായി വളർന്ന് സ്വയം മോചനം നേടും. എങ്ങനെ? നീ അണിഞ്ഞിരിക്കുന്ന അന്ധവിശ്വാസത്തിന്റെ ഈ അടയാളങ്ങൾ ആദ്യം പരിത്യജിക്കുക. ജീവിതം കാലത്തോട് പടവെട്ടിയും കരുത്താർജിച്ചും വളരേണ്ടതാണെന്ന് തിരിച്ചറിയുക. കൂപമണ്ഡൂകങ്ങൾ കുന്നിൻ തലപ്പുകൾ സ്വപ്നം കാണുന്നത് പോലെയായിരിക്കും. അതല്ല, കൂപമണ്ഡൂകം നിഷേധാത്മകമായ ഒരു പ്രയോഗം. ആക്രമിക്കാൻ വരുന്നവന്റെ മുന്നിൽ പല്ലുകളും നഖങ്ങളും നിന്റെ ആയുധങ്ങളാണ്. ചെറുത്തുനിൽപ്പിന്റെ സംഘബോധം നിന്റെ മനസ്സിന്റെ കരുത്താകണം. ശരിയാണ്. ജീവിതം കീഴടങ്ങാനുള്ളതല്ല, ആത്മബലത്താൽ പോരാടി മുന്നേറാനുള്ളതാണ്. സഹോദര, നിങ്ങളുടെ വാക്കുകൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വർഗാധിഷ്ഠിത വ്യവസ്ഥിതികൾ അതിന്റെ രൂപവും ഭാവവും മാറ്റി പുനർജനിക്കും. അപ്പോൾ വിപ്ലവബോധത്തിന്റെ സമരമുഖങ്ങൾ അതിനെ പ്രതിരോധിക്കും. സഹോദരി, പോരാട്ടത്തിന്റെ പുതിയൊരു സംഘബലം കാലത്തിന്റെ ആവശ്യമാണ്. അതിന്റെ അതിനാവുകൾ നിന്നിൽ നിന്ന് ഉയരട്ടെ. ഓരോ സ്ത്രീയിലേക്കും അത് പടരട്ടെ. സ്ത്രീ പുരുഷ സമത്വമെന്ന സുന്ദരമായ സ്വപ്നം യാഥാർത്ഥ്യമായി ഇവിടെ പരിണമിക്കട്ടെ. ഇവിടെ പരിണമിക്കട്ടെ. അലക്കാനുള്ളതെല്ലാം ഇങ്ങോട്ടിട്ടോളൂ കേട്ടോ. ആ, പിന്നെ ചായ ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്.
തണുക്കുന്നതിന് മുൻപ് കുടിക്കാൻ മറക്കണ്ടേ. ഒരു TV പോലും ഇല്ലാത്ത വീട്. ഈ ഇട്ടാവട്ടത്ത് കിടന്ന് ശ്വാസം മുട്ടി മരിക്കും. ഒരു ജോലി ശരിയാക്കണം. എന്റെ മോള് ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. ദുഃഖിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി മുത്തശ്ശ. ഇനി അല്പം സന്തോഷിക്കാണ് പരിപാടി. എന്താ വല്ല വിരോധം ഉണ്ടോ? ഭഗവാനെ, എന്റെ പ്രാർത്ഥന ഇത് കേട്ടല്ലോ. മോളെ, മൊത്തത്തെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. പിന്നെ വേഗം വരണോട്ടോ. തുണിക്കടയിലോ സൂപ്പർ മാർക്കറ്റിലോ വല്ല പണിയും കിട്ടുമോന്ന് എനിക്കൊന്ന് അന്വേഷിക്കണം. എത്ര കാലാ എന്റെ മുത്തശ്ശനായിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കാൻ. മോളെ, ഇത് പുനർജന്മ. 80-ാം വയസ്സിൽ ഈ വൃദ്ധന് കിട്ടിയ പുനർജന്മം. അവസാന ശ്വാസം കൊടുക്കുമ്പോൾ തൊണ്ടനയ്ക്കാൻ ഒഴിച്ചു വെള്ളം തരണം. ബന്ധപ്പെട്ടവരുടെ സാന്നിധ്യം എല്ലാവരുടെയും ആഗ്രഹം. എല്ലാവരുടെ ആഗ്രഹം. ഒരു സമാധാനം ഈ വൃദ്ധനും. മോളെ, മോളെ, ആരാ? മനസ്സിലായില്ലല്ലോ. ആരാ? നിന്റെ അച്ഛനാ മോളെ ഞാൻ. ആര്? എന്നെ കണ്ട ഓർമ്മ നിനക്കുണ്ടാവില്ല. അന്ന് 2-3 വയസ്സ് മാത്രമേ നിനക്ക് കാണൂ. അച്ഛൻ, എന്റെ അച്ഛൻ. സ്വന്തം മകളെ കൺകുളിർക്കെ കാണാൻ പോലും കഴിയാതിരുന്ന നിർഭാഗ്യവാനായ ഒരച്ഛൻ. ആ അവസ്ഥ എങ്ങനെയാണ് ഞാൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുക? എല്ലാ കഥകളും മുത്തശ്ശൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് കഥ? അമ്മയുടെ മരണത്തിൽ മനംനൊന്ത് തീർത്ഥാടനത്തിന് പോയ അച്ഛന്റെ കഥ. ഓ, ഞാൻ കരുതി. എന്താ, അങ്ങനെയല്ല ഉണ്ടായത്? അതെ അതെ, അവളുടെ മരണം എന്നെ അത്രയ്ക്ക് തളർത്തിക്കളഞ്ഞു. ഒടുവിൽ അച്ഛനെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. എത്ര ദിവസങ്ങൾ ഞാൻ പഠിക്കലേക്ക് കണ്ണും നട്ടിരുന്നിട്ടുണ്ടെന്നറിയോ? നീ വളർന്ന് സുന്ദരിയായിരിക്കുന്നു. അച്ഛൻ നിന്നെ ഒന്ന് കൺനിറയെ കാണട്ടെ. തൊട്ടുപോകരുതോളെ. മുത്തച്ഛ, എന്റെ അച്ഛൻ. എന്ന് ആര് പറഞ്ഞു നിന്നോട്? അല്ല, എന്നെ മനസ്സിലായില്ലേ? എന്താ ഈ മുത്തശ്ശിനെ പറ്റിയത്? മോളെ, എല്ലാ ദുരന്തങ്ങൾക്കും കാരണക്കാരൻ. പിന്നെ അനാവശ്യം പറയരുത്. നിങ്ങൾക്കിടയിൽ ഒന്നും മനസ്സിലാവാതെ വീർപ്പ് മുട്ടുന്നത് ഞാനാ. സത്യം പറ മുത്തശ്ശ, എന്താ കാര്യം? ഇവൻ കാരണോ മോളെ എന്റെ അമ്മ മരിച്ചത്? നിന്നെ വീട്, മുത്തശ്ശിന്റെ വീട് നഷ്ടപ്പെട്ടതോരോന്നും ഈ മകളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്തിനാ അച്ഛ? മോളെ, ഒരു തിരിച്ചുവരവ് ഞാൻ ആഗ്രഹിച്ചതല്ല. എന്നിട്ടും ഞാൻ വന്നു. ഓർമ്മയിൽ എവിടെയോ തങ്ങി നിൽക്കുന്ന എന്റെ മകളുടെ മുഖം ഒരിക്കലെങ്കിലും കാണാൻ. അപ്പോൾ നിന്റെ മുത്തച്ഛൻ ഒരു ശത്രുവിനെ പോലെ എന്നോട് പെരുമാറിയപ്പോൾ നിയന്ത്രണം വിട്ടുപോയി മോളെ, നിയന്ത്രണം വിട്ടുപോയി. കള്ളക്കഥകളുടെ മൺകുഴിയിൽ അവശേഷിച്ചതും കൂടി മറവ് ചെയ്യ്. അനുഭവിക്കാൻ ഒരാളെങ്കിലും ബാക്കിയുണ്ട്. എതിർക്കാൻ ഞാൻ അശക്തനാണ്. ഇവിടുത്തെ അശക്തനാണ്. മുത്തച്ഛൻ വാ, അകത്ത് ചെന്ന് കിടക്ക്. വിശ്വസിക്കല്ലേ മോളെ, ഇവനെ നീ വിശ്വസിക്കല്ലേ. ഭക്ഷകനാ, കൊലപാതകിയാ. മൂക്കാൻ കാത്തിരിക്കുന്നതിനും പഴുത്തു പാകമാകുന്നതിനും ക്ഷമ വേണം. ക്ഷമ. കണ്ടില്ലേ, അവൾ വളർന്ന് ഒരു സുന്ദരിയായിരിക്കുന്നു. പെൺവാണിഭത്തിന്റെ മാർക്കറ്റിൽ സുന്ദരികൾക്ക് രത്നത്തെക്കാൾ വിലയുണ്ട്. അവളുടെ അമ്മയിലൂടെ ലഭിക്കാത്തത് മകളിലൂടെ ഞാൻ നേടും. നിർത്ത്.
എല്ലാ കഥകളും മുത്തശ്ശൻ പറഞ്ഞു. ഇതുവരെ ഒരു നുണക്കഥയിൽ എന്നെ ആശ്വസിപ്പിച്ച് എന്റെ പാവം മുത്തശ്ശൻ. എല്ലാം നീ അറിഞ്ഞല്ലേ? ആ കിളവൻ നിന്നെ അറിയിച്ചു അല്ലേ? നന്നായി, വളരെ നന്നായി. വേണമെങ്കിൽ ഞാൻ വിസ്തരിച്ച് പറയാം. വേണ്ട. നിങ്ങളുടെ ആഗ്രഹത്തിന് വഴങ്ങാതിരുന്ന എന്റെ അമ്മയെ നിങ്ങൾ ഗുണ്ടകളെ വിട്ട് നശിപ്പിച്ചു. അതിന്റെ ചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തി അവരെ നിശബ്ദയാക്കി. ഗർഭിണിയായപ്പോൾ തന്നെ അവളെ ഞാൻ വിവാഹം കഴിച്ചു, അവളെ വിറ്റ് കാശുണ്ടാക്കാൻ. പക്ഷേ പഠിച്ച കള്ളി എന്നെ പറ്റിച്ചു. എന്റെ ഉദ്ദേശം മനസ്സിലായപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു. അവളിലൂടെ നേടാൻ കഴിയാത്തത് ഞാൻ നിന്നിലൂടെ സ്വന്തമാക്കും. അതിനു മുമ്പ് നിങ്ങളെ ഞാൻ കൊല്ലും. എന്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ നിങ്ങളെ ഞാൻ തന്നെ കൊല്ലും. ഗുണ്ടയ്ക്കുണ്ടായതാണെങ്കിലും നീ വെറും പെണ്ണാണ്. പെണ്ണ് ശാഠ്യം മതിയാക്കി എന്നെ അനുസരിക്കാൻ പഠിക്കേ. മരണത്തിന് പോലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്റെ വലക്കണ്ണികൾക്കുള്ളിലാണ് ഇനിയുള്ള നിന്റെ ജീവിതം. എടാ നിന്നെ ഞാൻ അയ്യോ അയ്യോ മുത്തശ്ശ, മുത്തശ്ശ. ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്ത്രീയുടെ ഇത്തരം പ്രതിരോധത്തെ തെറ്റെന്നോ ശരിയെന്നോ നിങ്ങൾക്ക് വിധി എഴുതാം. ശത്രുവിന് മുന്നിൽ നിസ്സഹായായി പോകുന്നവർക്ക് മാനവും പ്രാണനും രക്ഷിക്കാൻ പ്രതിരോധത്തിന്റെ അരിവാളുകൾ ഇനിയും ഉയർന്നു വരും, ഇനിയും ഉയർന്നു വരും, ഇനിയും ഉയർന്നു വരും. പെണ്ണിന് ഭൂഷണം സഹനമാണെങ്കിലും സഹികെട്ട ജീവിതം വിധിയല്ല കൂട്ടരേ. പെണ്ണിന് ഭൂഷണം സഹനമാണെങ്കിലും സഹികെട്ട ജീവിതം വിധിയല്ല കൂട്ടരെ. തളരുവാൻ പാടില്ല ജീവിത വീതിയിൽ സ്ത്രീ ശക്തിയായി പൊരുതിടേണം. സ്ത്രീ ശക്തിയായി പൊരുതിടേണം. സ്ത്രീ ശക്തിയായി പൊരുതിടേണം.